ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയിൽ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഗൈസ്, ഈ അപ്ഡേറ്റ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാനിപ്പൂരി റെസ്റ്റോറൻറ്റ്, പിന്നെ കുൽഫി റെസ്റ്റോറൻറ്റ്, പിന്നെ ചായ കട റെസ്റ്റോറൻറ്റ്, പിന്നെ ബിരിയാണി ഷോപ്പും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അവിടെ മെർമസിൻ്റെ മറ്റേ AMG ഇരിക്കുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതിനു വേണ്ടി ഇതൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിന് നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ് ചെയ്യുക ഗൈസ്. നമ്മുടെ റോഡ് ടു അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, തമിഴിൽ ഇടാനാണ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ നേരെ പോണത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയൊക്കെ ഞാൻ എടുക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ ആദ്യം നമ്മൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊന്നും അല്ല, ഞാൻ കാണിച്ചു തന്നാണ്, അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയിടും. അപ്പോൾ ഗൈസ്, 4 സ്റ്റാളാണ് ടോട്ടലി ഡെവലപ്പർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ നൈസായിട്ട് നമ്മുടെ RG എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ നേരെ സ്റ്റാൾ 1 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൾ അല്ലെങ്കിൽ STA1 എന്നും ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ലക്കി ദേ ബിരിയാണി എന്നൊക്കെ മോളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മോളിൽ എഴുതിയിട്ടുണ്ടാവും, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് സ്റ്റാൾ 2 ആണ്. സ്റ്റാൾ 2 ST അടിച്ച സ്റ്റാൾ 2, അല്ലെങ്കിൽ നിങ്ങൾക്ക് ST2 തന്നെ അടിക്കാം, ഒരു കുഴപ്പമില്ല. ST2 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പാനിപ്പൂരിയുടെ റെസ്റ്റോറൻറ്റൊക്കെ കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ ST എന്ന് ടൈപ്പ് ചെയ്ത് കുൽഫിയുടെ കിട്ടും. മൂന്നാമത്തത് ഏറ്റവും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, വരുന്നില്ല ST എന്ന് അടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാസ്റ്റത്തെ ചായക്കട കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര എണ്ണം മാത്രമാണ് ഡെവലപ്പർ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മൾ അടുത്തത് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പുതിയ വണ്ടിയുടെ ചീറ്റ് കോഡാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ സിനിമ ഞാനത് അധികം കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ ചീറ്റ് കോഡാണ് 1391. ഇതടിച്ചു കഴിഞ്ഞാൽ മെർമസിൻ്റെ AMG സ്പോണാവും. നമുക്ക് ഈ വണ്ടിയുടെ കളറ് മാറ്റാൻ പറ്റും. നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. നമുക്ക് ഈ വണ്ടിയുടെ അലോയ്സ് മാറ്റാനും പറ്റും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, കണ്ടില്ല, നമുക്ക് ഈ വണ്ടിയുടെ അലോയ്സ് മാറ്റാൻ പറ്റും. നമുക്കിത് ഹൈഡ് ചെയ്യാനും പറ്റും. റീസ്റ്റാർട്ട് ചെയ്തത് പഴയ പോലെ ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റ് വന്നത്. സോ നമ്മൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. സോ ഏകദേശം ഇതേപോലെ ഉണ്ടാവും ഇൻറ്റീരിയർ. നിങ്ങളാരും സ്റ്റിയറിംഗ് ശ്രദ്ധിച്ചില്ലേ, ഗൂഗിളിൻ്റെ കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. അതിലോട്ടെ കേസ്, നമുക്ക് തൽക്കാലം വേണ്ടി പോകാം. പിന്നെ കേസ്, ഈ പുതിയൊരു ആനിമേഷനും കൂടെ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ആനിമേഷൻ വർക്കാവില്ലെന്ന് വിചാരിച്ചു കേസ്, ഇത് വർക്കാവില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ആ ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഈ കാറിനടുത്ത് നിൽക്കണം. എന്നിട്ട് നിങ്ങൾ ബോയ് 2 ഗേൾ അങ്ങനെ അടിക്കണം. ഇവിടെ ഞാൻ ബോയ് എന്നാണ് ടൈപ്പ് ചെയ്യണത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്ലിച്ച് വർക്കാവുള്ളൂ. പക്ഷെ നിങ്ങൾ കാണാൻ പറ്റും, അയാളവിടെ അനക്കൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ തള്ളി കൊടുത്ത ആൾ ചാവും. കണ്ടില്ലേ, നമ്മളെ വണ്ടിയുടെ വാതിലൊക്കെ പൊളിഞ്ഞു തോന്നുന്നു. സോ ഗൈസ്, അടുത്ത ഒരു വേറെ ഗ്ലിച്ചും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് ആക്ച്വലി ഗ്ലിച്ചൊന്നുമല്ല, ഒരു ഫണ്ണി ട്രിക്കാണ്. നമ്മളപ്പോൾ ആദ്യം ഒരു പാനിപ്പൂരി ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത് പോയിട്ട് അവിടെ ഒരാളെ സ്പോൺ ചെയ്യണം. പിന്നെ സ്പോൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അയാൾ ഇങ്ങോട്ടായിരിക്കും കേസ് തിരിഞ്ഞാക്കേണ്ടത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇയാളിപ്പോൾ പാനിപ്പൂരിയും ചായക്കടയൊക്കെ വിൽക്കണ പോലെ ആയിരിക്കും കേസ് ഉണ്ടാവുക. അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.